ഇനി നിന്റെ പാട്ട് കേട്ടിട്ട് 4 MLA മാര് രാജിവെക്കാനായിട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അവരാണ് എന്നോട് പറഞ്ഞത് ഒരു പട്ടി ഇവിടെ ഒന്ന് പോകുന്നുണ്ട്. ചേട്ടാ ചേട്ടാ, ഇവിടെ ഒരു അവാർഡ് ചടങ്ങ് നടക്കുവാണ്. ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കരുത്. ചേച്ചിക്ക് ഒരു അവാർഡിന്റെ കാര്യമാണ്. എടോ, ഇവിടെ ഒരു അവാർഡ് ചടങ്ങ് അവർക്ക് വേണ്ടി നടക്കുന്നുണ്ടെങ്കിൽ ഇവിടെ എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല? അയ്യോ എന്റെ പൊന്നേട്ടാ, ഞാൻ എന്താണെന്നറിയോ, നിങ്ങൾക്കൊരു സർപ്രൈസ് ആവട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ പറയാതിരുന്നത്. നീ മുമ്പ് എനിക്ക് എന്ന 2 സർപ്രൈസ് വീട്ടിൽ കിടന്ന് ഓടിക്കൊണ്ടിരിക്കും. പറയാൻ മറന്നായിരിക്കും. അവള് പറഞ്ഞെങ്കിൽ നിനക്കൊന്ന് ഓർമ്മിപ്പിക്കാൻ വേണം. അല്ല ചേട്ടാ, ഇത് പറയാൻ വേണ്ടി ഞാൻ ചേട്ടന്റെ വീട്ടിൽ വന്നാലും ചേട്ടൻ അവിടെ ഇല്ലായിരുന്നു. എന്നെ കാണണമെങ്കിൽ എന്റെ തറവാട്ടി വരണം. അതെവിടാ? ചേറ്റുകുഴി ഷാപ്പ്. അപ്പോ അല്ല, ഞാൻ ഓളത്തിന് പറഞ്ഞതാ. അല്ല, ചേട്ടൻ അവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേച്ചിയോട് പറഞ്ഞു. അപ്പൊ ചേച്ചി സമ്മതിക്കുകയും ചെയ്തു. അപ്പൊ തന്നെ സമ്മതിച്ചു. അതാണ് അവിടെ കുഴപ്പം. നാട്ടുകാർ എന്ത് ചോദിച്ചാലും അവൾ അന്നേരെ വാരിക്കോരി സമ്മതിക്കും. നിങ്ങൾ നോക്കാൻ വേണ്ടി കറക്റ്റ് ഞാൻ കണ്ടിട്ടുണ്ട്. സ്വന്തം ഭർത്താവായ ഞാൻ ചോദിച്ചാ എന്റെ പൊന്നേട്ടാ, മാന്യന്മാരൊക്കെ MLA-മാരും മന്ത്രിമാരും ഒക്കെ ഇരിക്കുന്ന വേദിയാ. നിങ്ങൾ ഇങ്ങോട്ട് കയറി വാ. ഇനി വരും കാലത്ത് ഒരു MLA ഒരു MP ആകിയാലും ആര് പറഞ്ഞു ഞാൻ? അയ്യോ ദൈവമേ, പറ്റുകയാണായി പറയുന്നത് കേട്ടോ. കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനിൽ ഇങ്ങനെ മത്സരിച്ചായിരുന്നു കേട്ടോ. അണ്ണാ നിങ്ങൾ കേൾക്കണം കേട്ടോ. പഞ്ചായത്ത് ഇലക്ഷനിൽ ഇങ്ങനെ മത്സരിച്ച് സ്വന്തം വോട്ട് പോലും അസാധുവാക്കി കളഞ്ഞ മനുഷ്യനാണ് നിൽക്കുന്നത്. സ്വന്തം വോട്ട് അസാധുവാക്കി? അതങ്ങനെയല്ല സുഹൃത്തെ, ഞാൻ പറഞ്ഞുതരാം. അതങ്ങനെയല്ല. വോട്ട് ചെയ്യാനായിട്ട് ഞാൻ പോളിൽ ബുദ്ധിച്ചെന്ന്.